ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. മൈൻഡ് മാസ്റ്ററിങ്, മൈൻഡ് കൺട്രോൾ. മനസ്സിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാം, മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് സന്തോഷം, സമാധാനം ഒക്കെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് മനസ്സിനെ കൺട്രോൾ ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കാട് കയറുന്നതിന് മുന്നേ തന്നെ ചിന്തകൾ നിർത്തിയ ശേഷം നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്യാം. ആരെങ്കിലും നമ്മെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന സമയത്ത് അതിനെ ഉള്ളിലേക്ക് എടുക്കാതെ വിട്ട് കളയുക. ചുരുക്കി പറഞ്ഞാൽ, ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി പുറത്തേക്ക് കളയുക എന്ന രീതി നമുക്ക് ഫോളോ ചെയ്യാം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ നേരിടാവുന്നതാണ്. നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നാം ആകെ കുഴഞ്ഞു പോകുന്ന അവസ്ഥകൾ വരാം. നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാം, വിയർപ്പുണ്ടാകാം, വല്ലാണ്ടങ്ങ് വിയർത്ത് പോകാം, ശരീരം കുഴയുന്ന പോലെ തോന്നാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. എപ്പോൾ നാം നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ആളുകളെയും ഒഴിവാക്കുന്നു, അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകളെയും. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഓരോ ദിവസവും വെറുതെ കളയാതെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും മാറി വേറെ പ്രവൃത്തികളിലേക്ക് പോകുക. കുട്ടികളോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്താം. റിലാക്സേഷൻ തരുന്ന ആളുകളുമായി സമയം ചെലവഴിക്കാം. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കുക. നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ലിമിറ്റ് നമ്മുടെ മനസ്സാണ്. മനസ്സിൽ നമുക്ക് തോന്നണം എന്തൊക്കെ പഠിച്ചെടുക്കാം, വേണ്ട എന്നൊക്കെ. നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡ്രൈവിംഗ് പഠിക്കുക എന്നത് എനിക്ക് വലിയൊരു ആവശ്യമായി തോന്നാറില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ ഡ്രൈവിങ്ങിൽ എനിക്ക് ചെറിയ പേടിയുമുണ്ട്. പക്ഷെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ എല്ലാ സ്ഥലത്ത് പോകാനും എന്ത് സാധനം വാങ്ങാനും നമുക്ക് ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന ചിന്ത വരുന്ന സമയത്ത് ഡ്രൈവിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമായി വരുന്ന സമയത്ത് ചെയ്യാൻ നാം പ്രേരിതമാകുന്നു. എല്ലാ കാര്യങ്ങളും നാം ജീവിതത്തിൽ പതിയെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അത് പൂർണ്ണതയിലാവുന്നു. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായി ഈ ലോകത്ത് ഒരു കാര്യവും ഇല്ല. നാം നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ എന്ത് കാര്യവും നേടിയെടുക്കാം. നാം നമ്മളെ തന്നെ വിശ്വസിക്കുക, കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. നമ്മൾ ചെയ്ത് വിജയിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കുക. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടും, അതിന് എൻ്റെ കൂടെ ദൈവം എന്നൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുക. എപ്പോഴും ലൈഫിലൊരു ഗോൾ ഉണ്ടായിരിക്കുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കുക. നമുക്ക് സന്തോഷം തരുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമുക്ക്